ഹായ് എവരി വൺ, ഐ എം അബിന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റീനെ പറ്റിയിട്ടാണ്. പ്രോബബിലിറ്റി എന്നൊരു ടേം നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ്. Probability means it is the branch of mathematics concerning numerical description of how likely an event is to occur or how likely it is that a proposition is true. The probability of an event is a number between 0 and 1, where roughly speaking 0 indicates impossibility of the event and 1 indicates certainty. അതായത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഈവൻറ്റ് ഒക്കെ ചെയ്യാനുള്ളൊരു ചാൻസ് ആണ് എന്ത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂസ് എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും വരുന്നത്. 0 ആണെങ്കിൽ അത് ഇമ്പോസിബിൾ ആണെന്നും 1 ആണെങ്കിൽ സെർട്ടൻ ആണെന്നുമാണ് ഇതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ ആൻഡ് ബേസിക് കോൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് വൺ, റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇറ്റ്സ് പ്രോസസ് ഫോർ which the outcome cannot be predicted with certainty. എന്താണ് ഒരു ഔട്ട്കമ്മിനെ സെർട്ടനിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു എക്സ്പെരിമെൻറ്റ് വഴി മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. അതാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിന് പെർഫോം ചെയ്യുന്നതാണ് ട്രയൽ. അതിൻ്റെ റിസൾട്ടാണ് ഔട്ട്കം. ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്കം അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഔട്ട്കംസ് ആണ് ഈവൻ്റ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ആണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഔട്ട്കമും ഒക്കർ ചെയ്യാനുള്ള ഈക്വൽ പ്രോബബിലിറ്റിയാണ് ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഈവൻറ്റ്സിൽ സെയിം ടൈമിൽ ഒക്കർ ചെയ്യാൻ പറ്റാത്തതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്. എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഈവൻറ്റ്സിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒന്നിനെങ്കിലും ഒക്കർ ചെയ്യാൻ പറ്റുന്നതാണ് എക്സോസ്റ്റീവ് ഈവൻറ്റ്സ്. കോംപ്ലിമെൻ്ററി ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഈവൻറ്റ്സ് ഉള്ളതിൽ ഒരെണ്ണത്തിനെങ്കിലും ഒക്കർ ചെയ്യാൻ പറ്റില്ല, അതാണ് കോംപ്ലിമെൻ്ററി ഈവൻറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഈവൻറ്റിൻ്റെ ഒക്കർ ചെയ്യുന്നത് മറ്റുള്ള ഈവൻറ്റ്സിൻ്റെ പ്രോബബിലിറ്റിനെ ചേഞ്ച് ചെയ്യത്തില്ല, അതാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ്. ഇനി ഡെഫിനിഷൻസ് ഓഫ് പ്രോബബിലിറ്റി ആണ്. തിയറീസ് ഓഫ് പ്രോബബിലിറ്റി. ഫസ്റ്റ് വൺ മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി ആണ്. അതായത് നമുക്ക് എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യാതെ നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റും ചെയ്യാതെ തന്നെ അതിൻ്റെ പ്രോബബിലിറ്റി അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. P of A equal to number of cases favorable to the event A divided by total number of associative cases. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി ആണ്. അതിനെ ഫ്രീക്വൻസി അപ്രോച്ച് ടു പ്രോബബിലിറ്റി എന്നും പറയും. അതായത് എത്രത്തോളം തവണ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു അത്രത്തോളം അതിൻ്റെ റിസൾട്ട് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റിലൂടെ മാത്രം കണ്ടുപിടിക്കാനേ ഈ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി ആണ്. ഇത് റഷ്യൻ മാത്തമാറ്റീഷ്യൻ A.N. കൊൾമോഗ്രോവ് ഇൻ 1933 ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആക്സിയംസ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ റീസണബിൾ ട്രൂ ആൻഡ് ആർ അക്സെപ്റ്റഡ് ആസ് സച്ച് വിത്തൗട്ട് സീക്കിംഗ് എനി പ്രൂഫൊന്നും ഇല്ലാതെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെന്താണ് പറയുന്നുണ്ട്, P of A is greater than 0 where A is any event. P of S equal to 1. P of A or B equal to P of A plus P of B when event A and B are mutually exclusive. ഇനി അഡിഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി ആണ്. അഡിഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. രണ്ട് ടൈപ്പ് ഉണ്ട്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സും ഉണ്ട്, പിന്നെ എന്താണ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സും ഉണ്ട്. അതിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സിൽ if two events A and B are mutually exclusive, the probability of that any one of them would happen is sum of the probability of the happening of either A or either B. അതായത് P of A or B equal to P of A plus P of B. ഇനി നോട്ട് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സിൽ if A and B are two events which are not mutually exclusive ആണെങ്കിൽ P of A or B equal to P of A plus P of B minus P of A or B. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് either a king or a queen in a single draw from well shuffled pack of 52 cards. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയാണ്, 52. നമ്പർ ഓഫ് കിങ് കാർഡ്സ് 4. പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് കിങ് കാർഡ് 4/52. നമ്പർ ഓഫ് ക്യൂൺ കാർഡ്സ് 4. പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ക്യൂൺ കാർഡ് 4/52. Both the events of drawing a king and a queen are mutually exclusive, that is P A or B equal to P of A plus P of B. Therefore probability of drawing either king or queen equal to 4/52 plus 4/52 equal to 2/30. Next, the multiplication theorem on probabilities. When the events are independent, if two events A and B are independent, the probability that both of them occur is equal to the product of their individual probabilities, that is P of A or B equal to P of A into P of B.
when the events are dependent. If events A and B are so related that the occurrence, if B is affected by the occurrence of A, then A and B are called dependent events. P of A or B equal to P of A into P of B by A. അതിൻ്റെ ഒരു എക്സാമ്പിളുകളുണ്ട്. An urn contains 20 red and 10 blue balls. 2 balls are drawn from a bag and one after the other without replacement. What is the probability that both the balls drawn are red? Let A and B denote the events that first and second ball drawn are red balls. We have to find P or B or P of AB. P of A equal to P red balls എടുക്കാം 20/30. Now 9 red balls and 10 blue balls are left in the bag. Probability of drawing a red ball in second row. Choose an example of conditional probability where drawing of second ball depends on the drawing of first ball. Hence conditional probability B on A will be P of B A equal to 19/29. My multiplication rule of probability, P of A or B equal to P of A into P of B by A, that is 20/30 into 19/29 equal to 38/87. Thank you.